ഹലോ ഫ്രണ്ട്സ്, സാത്വിക് കാറ്റേഴ്സിൻ്റെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊത്തമര വെച്ച് ഒരു മസാലക്കറിയാണ്. ചപ്പാത്തിക്ക് ബെസ്റ്റാണ്, പിന്നെ പച്ചരി വെച്ചാൽ ബെസ്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ഉലർത്തിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്ക്. കൊത്തമര 1.5 ഇഞ്ച് കനത്തിൽ അരിഞ്ഞെടുക്കാം. 200 ഗ്രാം കൊത്തമര തന്നെയാണ് എടുത്തത്. അതിന് വേണ്ടത് ഒരു 5 ടേബിൾ സ്പൂൺ കപ്പലണ്ടി, സവാള, മല്ലിയില. അപ്പോൾ അതിന് തന്നെ നമുക്ക് പാൻ വെച്ചിട്ട് കപ്പലണ്ടി ചുട്ടെടുക്കാം. കപ്പലണ്ടി നമ്മൾ വീട്ടിൽ പിള്ളേർക്ക് ചുട്ട് കൊടുക്കില്ല, ആ രീതിയിൽ ചുട്ടെടുത്താൽ മതി. പിന്നെ ഒരു 10-15 അല്ലി വെളുത്തുള്ളി, 15 അല്ലി എടുത്ത് വെളുത്തുള്ളി, ഒരു പച്ചമുളക്. ആ കപ്പലണ്ടി ചുട്ടെടുക്കാം. കപ്പലണ്ടി നന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ച ടേസ്റ്റ് പോകണം. വീട്ടിൽ കഴിക്കാൻ പിള്ളേർക്ക് കൊടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുക്കുക. കപ്പലണ്ടി ചുട്ടെടുത്തത് നമുക്ക് ഒരു പാത്രത്തിൽ മാറ്റി വെച്ച് ചൂടാറാൻ വയ്ക്കുകയാണ്. കപ്പലണ്ടി അത് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ചൂടാറണം ശരിക്കും. പിന്നെ ഉള്ളത് 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നമുക്കിത് കൊത്തമര നന്നായിട്ട് എണ്ണയിൽ കിടന്ന് വാടണം. അപ്പോൾ കൊത്തമരക്ക് ഒരു ടേസ്റ്റ് ഇല്ല, നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല വീട്ടിൽ ചെയ്യുമ്പോൾ ഒരു ചൊവ്വ വരില്ല. അപ്പോൾ അത് പോകാൻ വേണ്ടിയാണ് നമ്മൾ എണ്ണയിൽ തന്നെ വാട്ടണം സവാളയോടെ. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി അടുത്ത് നമ്മൾ ഇട്ടിട്ടുള്ള കടുകാണിത്. കടുക് 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇടേണ്ടത് ജീരകം കുറച്ചിട്ടാൽ മതി, 1/4 ടേബിൾ സ്പൂൺ ജീരകവും കടുകും പൊട്ടി വരുമ്പോൾ അടുത്ത് നമ്മൾ ചേർക്കാൻ പോണത് കറിവേപ്പിലയാണ്. കറിവേപ്പില ചേർക്കാം. എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബും ഷെയർ ചെയ്യണം. കറിവേപ്പില ചേർത്ത് കറിവേപ്പില ഒന്ന് ഇതായി വരുമ്പോൾ സവാള ചേർത്ത് കൊടുക്കുക. ആ ഒരു സവാള നമ്മൾ എടുത്ത് വെച്ച് ചേർത്ത് കൊടുത്ത് അതൊന്ന് ഇളക്കി കൊടുക്കാം. വലുതായിട്ട് ഇതാകേണ്ട, സവാള മുരിയേണ്ട. നമ്മൾ കൊത്തമര നമ്മൾ ഈ എണ്ണയിൽ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ സവാള ഇട്ട് കഴിഞ്ഞ് അപ്പം തന്നെ കൊത്തമര ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞ് വെച്ച കൊത്തമര ചേർത്ത് കൊടുക്കുക. കൊത്തമര ശരിക്കും ഫ്രൈ ആയി വന്നാൽ മതി തന്നെ എണ്ണയിൽ കിടന്നാൽ. പിന്നെ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് ഒരു ചട്നി എന്ന് പറയും, മഹാരാഷ്ട്രീയൻ ചട്നി. നമുക്ക് ആമസോണിൽ അത് അവൈലബിൾ ആണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൽ ഷെയർ ചെയ്യാം. വീഡിയോ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അല്ലെങ്കിൽ ബയോയിൽ ലിങ്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്കത് മേടിക്കാം. അപ്പോൾ ഇത് നമുക്ക് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യാൻ കപ്പലണ്ടി എടുക്കാം. മല്ലിയുടെ തണ്ടാണ് അത്, ഇല എടുത്തതിൻ്റെ തണ്ട്. കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ചൂടാറിയ കപ്പലണ്ടി, പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇടാം, പച്ചമുളക് ഇടാം. അപ്പോൾ ഇത് ചൂടാണ്. നമ്മൾ നന്നായിട്ട് ചുട്ട് വന്ന സാധനം മല്ലിയില ഇടുന്നു. പിന്നെ മല്ലിയില ഞാൻ ഒരു ബൗൾ എടുത്ത് ചെന്ന് അത് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് കറി ചേർക്കാൻ. പിന്നെ ലാസ്റ്റ് 15 അല്ലി 12-15 അല്ലി വെളുത്തുള്ളി, മല്ലിയില, പച്ചമുളക്, കപ്പലണ്ടി. ഇത് മിക്സിയിൽ നമുക്ക് പൊടിച്ചെടുക്കാം. ഇപ്പോഴേക്കും നമ്മുടെ കൊത്തമര അവിടെ കിടന്ന് എണ്ണയിൽ കിടന്ന് വാടുന്നുണ്ട്. അപ്പോൾ മിക്സിയിൽ പൊടിച്ച് വെച്ചത് വേണ്ട നന്നായിട്ട് പൊടിച്ചെടുക്കുക. എന്നാൽ ഭയങ്കരമായിട്ട് വെള്ളം ചേർക്കരുത്. ഇടയ്ക്കിടയ്ക്ക് നിർത്തി ഇതും ചെയ്ത് പൊടിച്ചെടുക്കാം. വെള്ളം തീരെ ചേർക്കരുത്. അപ്പം പൊടിച്ച് കുറച്ച് വലിയ പീസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഭയങ്കര ഉണ്ടെങ്കിൽ വെള്ളം ചേർക്കാണ്ട് പൊടിച്ചെടുക്കുക. 2-3 പ്രാവശ്യം ഇങ്ങനെ തട്ടിയും ഇതും ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്നിട്ട് അത് കൊത്തമരയിലോട്ട് നമ്മൾ മിക്സ്ചറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ പറഞ്ഞ ചട്നി ഇത് മഹാരാഷ്ട്രൻ ഒരു ഇതാണ്. നമുക്ക് മസാലക്കറികളിൽ എല്ലാ മസാലക്കറികളിലും ഈ സാധനം ഉപയോഗിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ മേടിച്ചാൽ നല്ലതായിരിക്കും. നമുക്ക് മസാലക്കറികളിലൊക്കെ ഉപയോഗിക്കാം. അത് നമ്മൾ 2 സ്പൂൺ ചട്നി ഇട്ടിട്ടുണ്ട്. ചട്നി ഇട്ടിട്ട് പിന്നെയും നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. ചട്നി ഇട്ട് ഇപ്പം എത്തുന്നാവും ഈ കറി. ഒരു 10-15 മിനിറ്റ് മതി കറിയാക്കാൻ. നല്ല ടേസ്റ്റുമാണ്. ചപ്പാത്തിക്ക് കഴിക്കാൻ നല്ല സൂപ്പർ കറിയാണ്. ഇനി നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും പിന്നെയും പറയാണ്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിൽ
ലാസ്റ്റ് കുറച്ച് വെള്ളം ചേർക്കാം. ഇപ്പം എല്ലാം നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒക്കെ സെറ്റാണ്. കൊത്തമര വെന്ത് കപ്പലണ്ടി ആകുമ്പോൾ ചുട്ടതാണ്, ഒന്നും വേവാനില്ല. കുറച്ച് വെള്ളം ഒഴിക്കുക, ഒരു 2-3 മിനിറ്റ് മൂടി വെക്കുക, കറിയായി. പിന്നെ ചപ്പാത്തിലൂടെ കഴിക്കുകയും ചെയ്യും. കുറച്ച് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഒരു 1/4 സ്പൂൺ മതി, ചേർക്കണമെന്നില്ല. നമുക്കൊരു മസാലയൊക്കെ ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് അതുകൊണ്ട് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഒരു ഗരം മസാല ചേർത്ത് കൊടുത്ത് ആ കപ്പലണ്ടി ഇത് ചെയ്ത പാത്രത്തിൽ വെള്ളം കഴുകി ആ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇത് മൂടി വെക്കാം. മൂടി വെച്ച് 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും കറിയാകുമ്പോൾ നമുക്ക് പിള്ളേർക്ക് ഇഷ്ടപ്പെടും. എല്ലാവർക്കും പ്രത്യേകം ചെയ്ത് നോക്ക്. കപ്പലണ്ടി ആണെന്ന് വെച്ചാൽ അതിന് ടേസ്റ്റൊന്നും വരില്ല കറിക്ക്. കപ്പലണ്ടി കണ്ട് നമ്മൾ മലയാളീസിന് കപ്പലണ്ടി അത്ര പരിചയമില്ലാത്തതാണല്ലോ കറിയിൽ. അപ്പം എന്തായാലും ഇത് ചെയ്ത് നോക്കണം. എൻ്റെ അഭിപ്രായം എനിക്ക് കമൻറ്റ് ചെയ്യണം. നല്ല ടേസ്റ്റാണ് കറി. ഞങ്ങളിപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അളിയനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ഉണ്ടാക്കി അഭിപ്രായം എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ലാസ്റ്റ് പിന്നെ മല്ലിയില കറിയായിട്ടാ. കറിയായി നമ്മൾ ലാസ്റ്റ് മല്ലിയില കുറച്ച് മാറ്റി വെച്ചിരുന്നില്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിയായി. ഇനി നമുക്ക് കുറച്ച് നേരം കൂടി മൂടി വെക്കാം. മൂടി വെച്ച് കഴിഞ്ഞ് ഇനി കറിയായി വിളമ്പ പിള്ളേർക്ക് കൊടുക്കാം. ഓക്കെ, താങ്ക് യു.